കാസർഗോഡാണ് കുഞ്ഞമ്പു MLA നേതൃത്വത്തിൽ സമാന്തര ഉദ്ഘാടന പരിപാടി നടത്തിയത്. റിബൺ മുറിച്ച് ചുവപ്പ് നാട മുറിച്ചാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സാരംഗ് സുരേഷ് വിവരങ്ങൾ വേണ്ട. അങ്ങ് സാരംഗ്, സമാന്തര ഉദ്ഘാടനത്തിൽ ഒന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് മന്ത്രിയുടെ റോഡ് ഷോയാണ്. നമുക്ക് ഇതിൻ്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. ഈ രാഷ്ട്രീയമായ അന്ധത ബാധിച്ചാൽ എന്താകുമെന്നതിൻ്റെ തെളിവാണ് ഇന്ന് കാണിച്ചത്. ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലമായല്ലോ നമ്മുടെ നാഷണൽ ഹൈവേയുടെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കൽ മുതൽ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. UDFിൻ്റെ കാലത്ത് ഭൂമി ഏറ്റെടുക്കാൻ പറ്റാതെ ഉപേക്ഷിച്ചു പോയതാണല്ലോ ഈ പദ്ധതി. കേന്ദ്ര ഗവൺമെൻറ് തന്നെ അന്ന് പറഞ്ഞു നാഷണൽ ഹൈവേ അതോറിറ്റി ഞങ്ങളിനി കേരളത്തിൽ ഇത് വേണ്ട എന്ന് പറഞ്ഞു പോയി. ആ സ്ഥാനത്താണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി, ആർജവമുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ആദ്യത്തെ പരിഗണന എന്തു വന്നാലും നാഷണൽ ഹൈവേ നടപ്പിലാക്കലാണ്. അതിന് ഭൂമി ഏറ്റെടുക്കലിനുള്ള തടസ്സം മുഴുവൻ നീക്കും. എങ്ങനെ നീക്കിയത്? 25 പൊന്നിൻ വില കൊടുത്തു. മാർക്കറ്റ് വിലയുടെ 4 ഇരട്ടിയാണ് സംസ്ഥാന സർക്കാർ ഭൂമിക്ക് വില കൊടുത്തത്. എവിടെയെങ്കിലും മാർക്കറ്റിൽ ആക്ഷേപം ഉണ്ടായോ? മുഴുവൻ ആളുകളും പറഞ്ഞു ഞങ്ങളുടെ ഭൂമി എടുത്തു. 4 ഇരട്ടി കൊട്ടിയപ്പോൾ നല്ല തോതിൽ പണം കിട്ടിയ ആളുകൾക്ക്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു ഇത്രയും പണം കൊടുത്ത് ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ഭൂമി എടുത്തിട്ടില്ല, കേരളത്തിൽ എടുക്കാൻ പറ്റില്ല. വീണ്ടും സെൻട്രൽ ഗവൺമെൻറ് തന്നെ പിന്തിരിച്ചു പോയി. വീണ്ടും മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് പോയല്ലോ. പ്രധാനമന്ത്രിയെ കണ്ടു, നിതിൻ ഗഡ്കരിയെ കണ്ടു, ചർച്ച ചെയ്തു. 25% പണം ഞങ്ങൾ സംസ്ഥാനം വഹിക്കാമെന്ന് സമ്മതിക്കുന്നു. 6000 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് ഈ നാഷണൽ ഹൈവേ നടപ്പിലാക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രത്തിന് കൊടുക്കുന്നു, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കൊടുക്കുന്നു. അങ്ങനെയാണല്ലോ ഈ ഭൂമി ഏറ്റെടുക്കൽ ആരംഭിക്കുന്നത്. അങ്ങനെ ഭൂമി ഏറ്റെടുത്തു. പദ്ധതി കൂടി ഭാഗമായിട്ടാണ് ഈ ഒരു സമാന്തര ഉദ്ഘാടനം നടന്നത്. എന്താണ് വിവരം? ദിവിഷ്, എന്തായാലും ഒരു കൃത്യമായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് കാസർഗോഡ് നടക്കുന്ന സമാന്തര ഉദ്ഘാടനത്തിന്. കാരണം കാസർഗോഡ് നിയമസഭാ മണ്ഡലവും മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലവും ഒക്കെ തന്നെ ഈ രീതിയിൽ BJPക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളാണ്. അവിടെയാണ് ഈ രീതിയിൽ LDF ഒരു മുഴം മുന്നേറിഞ്ഞുകൊണ്ട് ഈ രീതിയിൽ സമാന്തരമായ പ്രതീകാത്മകമായ ഉദ്ഘാടനവുമായി രംഗത്തെത്തുന്നത്. നാമമാത്രമായിട്ടുള്ള പ്രവർത്തകരാണ് ഉള്ളതെങ്കിലും കൃത്യമായ അവരവരുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ദേശീയപാതയ്ക്കായി കാസർഗോഡ് ജില്ലയ്ക്കകത്ത്, പ്രത്യേകിച്ച് ഒന്നാമത്തെ റീച്ചിനകത്ത് സ്ഥലത്തെ MLAമാരും അതോടൊപ്പം തന്നെ സർക്കാരും നടത്തിയ ഇടപെടലുകൾ അടക്കം എടുത്തു പറഞ്ഞ് ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഉദ്ഘാടന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒന്നാമത്തെ റീച്ചുമായി ബന്ധപ്പെട്ട് ഈ മുൻപും പലതവണ രാഷ്ട്രീയ വിവാദങ്ങളും പല രീതിയിലുള്ള വിവാദങ്ങളും ഒക്കെ ഉണ്ടായ സമയത്ത് LDF നേതൃത്വമൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും ഉണ്ടായ പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ തന്നെ ഒരു പരിധിവരെ പരിഹരിച്ചു പോന്നിരുന്നത്. എന്നാൽ ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധികളെ പോലും പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത് എന്നുള്ള ഒരു ആരോപണം, ആക്ഷേപം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. അതാണിപ്പോൾ പൂർണ്ണമായി സംസ്ഥാന മന്ത്രിമാരെ പോലും പൂർണ്ണമായി രീതിയിൽ മാറ്റി നിർത്തുന്ന ഒരു പരിപാടിയായി മാറുന്നത്. അതിന്റെ ഭാഗമായുള്ള ഒരു പ്രതിഷേധമായി തന്നെ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡാണ് ഇങ്ങനെ ഒരു സമാന്തര ഉദ്ഘാടന പരിപാടി നടന്നത്. ഇനി 12 മണിക്ക് ശേഷം രാമനാട്ടുകരയിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ഒരു റോഡ് ഷോ നടത്തി സമാന്തരമായ മറ്റൊരു ഉദ്ഘാടന പരിപാടി കൂടി ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്.